അതൊക്കെ ഈ തോറ്റ് കഴിയുമ്പോൾ എന്തെല്ലാം പറയും. CPM-നോട് ആദ്യം നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ അറിയും, തോറ്റു എന്ന് CPM-നെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് നമുക്ക് വലിയ പാടാണ്. അവരെ മനസ്സിലാക്കാൻ അവരിപ്പോഴും കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. കണക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സംശയം തോന്നും. ഞാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഒന്ന് പിച്ച് നോക്കി, അത് നമ്മളാണോ ജയിച്ചത് അവരാണോ ജയിച്ചതെന്ന് സംശയം. അങ്ങനത്തെ കണക്ക് പറയും. അത് EMS-ന്റെ കാലം മുതൽ തുടങ്ങിയ ഒരു കണക്കാണ്. അത് അവർ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ. അതിൽ MV ഗോവിന്ദൻ ഭയങ്കര എക്സ്പേർട്ടുമാണ്. താത്വികമായ വിശകലനം ചെയ്ത് തെരഞ്ഞെടുപ്പ് അവർ ജയിച്ചെന്ന് വേണേൽ സമർത്ഥിക്കാം. അതൊന്നും അല്ലല്ലോ. BJP ഞാൻ പറഞ്ഞല്ലോ, BJP എല്ലാ സംസ്ഥാനത്തും എല്ലായിടത്തൊന്നും വളർച്ച ഉണ്ടാക്കിയിട്ടില്ല. CPM-ന്റെ ചെലവിലാണ് BJP വളർന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം എത്ര പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. ന്യൂനപക്ഷ പ്രീണനം മാറി ഭൂരിപക്ഷ പ്രീണനമായി. ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി 87-ൽ EMS ചെയ്തതുപോലെ പിണറായി വിജയൻ തന്ത്രങ്ങൾ മെനഞ്ഞു. അറിയാലോ എല്ലാം. അതായത് ഭൂരിപക്ഷ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷ സമുദായങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ്. അതിൻ്റെ ഗുണഭോക്താവാകാൻ പോകുന്നത് BJP ആണ് എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ്. ഇപ്പം അത് യാഥാർത്ഥ്യമായി. തിരുവനന്തപുരത്തേക്കുള്ള തിരുവനന്തപുരത്ത് അവർ നഗരസഭയിലേക്കുള്ള BJP-യുടെ വഴിയിൽ താമര ഇതളുകൾ വിതറി അവർക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് CPM ആണ്. CPM-ന്റെ ഈ ഭൂരിപക്ഷ പ്രീണനമാണ്. ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്ക് ഒരു ന്യൂനപക്ഷ പ്രീണനമില്ല, ഒരു ഭൂരിപക്ഷ പ്രീണനമില്ല. ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ എതിരായിട്ട് പറയും. വെള്ളാപ്പള്ളി നടേശന്റെ പലതരത്തിലുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി പിന്തുണച്ചത് വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ തിരിച്ചടിയായി. വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും എല്ലാം അത് തിരിച്ചടിയാവും. കാരണം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് കേരളത്തിൻ്റെ ഒരു മനസ്സ് സെക്യുലർ മനസ്സാണ്. ഭൂരിപക്ഷ വർഗീയത ആര് പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത ആര് പറഞ്ഞാലും ഞങ്ങൾ അതിനെ ശക്തിയായി എതിർക്കും. ഞങ്ങളുടെ പൊസിഷനിങ്ങാണ്. അത് CPM നേതാക്കളുടെ മനസ്സിലിരിപ്പാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാരുടെ മനസ്സിലിരിപ്പാണ്. അവരുടെ വീട്ടിൽ നിന്ന് പണം തന്നിട്ടാണ് ഈ ഔദാര്യങ്ങളെല്ലാം കൊടുക്കുന്നതെന്നാണ് അവരുടെ ധാരണ. അവർ വീട്ടിൽ നിന്ന് കൊടുത്ത ഇവരുടെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തിട്ട് ആളുകൾ ചാപ്പാടടിച്ച് എന്നിട്ട് അവർക്ക് വോട്ട് ചെയ്തില്ല എന്നാണ് അവരുടെ പരാതി. മനസ്സിലായ? അപ്പോൾ എത്ര രീതിയിലാണ്, എത്ര ഹീനമായ രീതിയിലാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ കാര്യം നമ്മൾ കൊടുത്ത നികുതി പണത്തിൽ നിന്നെടുത്ത് ഇവിടെ ക്ഷേമ പരിപാടികൾ, ആദ്യമായി ക്ഷേമ പരിപാടികൾ നടപ്പാക്കിയ ഗവൺമെൻറ്റാണിത്. ആദ്യമായി പെൻഷൻ നടപ്പാക്കിയ ഗവൺമെൻറ്റാണിത്. ആണോ? എന്നിട്ട് അവരുടെ പോക്കറ്റിൽ നിന്ന് അവരുടെ ചായം മേടിച്ച് കുടിച്ചിട്ട് എന്തായി പറയണ